ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഓണം സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റം തന്നെയാണ് അല്ലേ കൂട്ടുകറി. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. ഇനി അതിലേക്ക് ആദ്യം വേണ്ടത് കടലയാണ് കേട്ടോ. ഈ കടലൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമ്മൾ തലേദിവസം കുതിർത്ത് വെച്ചതാണ്. അരക്കപ്പ് കടല എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് 5 വിസിലടിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പൊ ഇതിലേക്ക് വെള്ളക്കടല വേണമെങ്കിൽ എടുക്കാം. ടേസ്റ്റ് വരുന്നത് ഈ ഒരു കടലയാണ് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട പച്ചക്കറി വേവിച്ചെടുക്കാം. 1 കപ്പ് പച്ചക്കായ എടുത്തിട്ടുണ്ട്, 1 കപ്പ് കുമ്പളം, 1 കപ്പ് തന്നെ ചേനയും കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും അതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്നും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒപ്പം തന്നെ 2 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. തേങ്ങ കരിഞ്ഞു പോവാതെ നോക്കണം. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കതൊന്ന് വറുത്തെടുക്കാം. ഇപ്പൊ ഏകദേശം അതിന്റെ കളർക്കൊന്ന് മാറി വരുന്നുണ്ട്. തേങ്ങയുടെ കളറൊന്ന് മാറി വന്നാൽ അതിൽ നിന്ന് 1/2 കപ്പ് തേങ്ങ നമുക്ക് മാറ്റിയെടുക്കാം. അതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ബാക്കിയുള്ളതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 5 മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചേന വെന്ത് കിട്ടാനാണ് കുറച്ച് സമയം എടുത്തിട്ടുള്ളത്. ഇപ്പൊ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലുള്ള വെള്ളം ഒന്ന് കുറച്ച് വറ്റിച്ചെടുക്കണം. അപ്പൊ ഈ ഒരു സമയം എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇപ്പൊ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് കുറുകിയ രീതിയിലാണ് ആയി കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള തേങ്ങ കൂടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പൊ വെള്ളം വറ്റി നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ ഒരു സമയം നമ്മൾ വറുത്തെടുത്തിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയും ആയാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണം സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടുകറിയുടെ റെസിപ്പിയാണോ ഞാനിവിടെ കാണിച്ചത്. അപ്പൊ സദ്യയിൽ ഈ കൂട്ടുകറി ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഐറ്റം തന്നെയാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ഓണത്തിന് ഈ ഒരു കൂട്ടുകറി തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇത്ര ഉള്ളോട്ടാ നമ്മുടെ കൂട്ടുകാരുടെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഹൈപ്പും കൂടി ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുതേ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം.